പടച്ചറബ് മക്കളെ കൊടുത്തപ്പോ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു പോയ എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാര് ഇന്ന് ആ മക്കള് കാരണത്താൽ കരയുകയാണ്, ആ മക്കള് കാരണത്താൽ വിഷമിക്കുകയാണ്, ആ മക്കള് കാരണത്താൽ ദുഃഖിക്കുകയാണ്. സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക. അല്ലാഹുവേ, അവിടുന്ന് ദാ ഒരു പെണ്ണ് കടന്നു പോവുകയാണ്. മഹദിയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്കൊന്ന് കടന്നു ചെന്നുകൊണ്ട് ആവലാതി ബോധിപ്പിക്കുകയാണ്. പെങ്ങളെ, ആവലാതി എന്തെന്നറിയോ? വേവലാതി എന്തെന്നറിയോ? അല്ലയോ പ്രിയപ്പെട്ട മഹദി അവറുകളെ, വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലമായി, പക്ഷേ പടച്ച തമ്പുരാൻ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ. ഒരു കണ്ണിന് കുളിർമയില്ല, കാതിന് കുളിർമയില്ല, മനസ്സിന് കുളിർമയില്ല. അങ്ങനത്തെ ഒരു പൊന്നുമോനെയോ പൊന്നുമോളെയോ അല്ലാഹു എനിക്ക് തന്നിട്ടില്ലല്ലോ. മറ്റുള്ളവര് കുഞ്ഞുമക്കളെ വാരിയെടുത്ത് കവിൾത്തടത്തിൽ മുത്തം കൊടുക്കുമ്പോൾ, അവരെ കൊഞ്ചിക്കുമ്പോൾ, അവരോട് വർത്തമാനം പറയുമ്പോൾ, അവരോട് കളിതമാശകൾ പറയുമ്പോൾ, അല്ലാഹുവേ, അത് കണ്ടു നിന്നിട്ട് കരയുകയല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലല്ലോ. അത് കണ്ടു നിന്ന് കരയുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങനത്തെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഉടൻ തന്നെ പറയുന്ന മോളെ, നീ അവിടുന്ന് മനസ്സുകൊണ്ട് നേർച്ച ചെയ്യുക. അല്ലാഹുവേ, എനിക്ക് നീ ഒരു കുഞ്ഞിക്കാല് തന്നാൽ, നീ എനിക്കൊരു കുഞ്ഞിക്കാല് തന്നാൽ, യാ അല്ലാഹ്, ആ പ്രിയപ്പെട്ട കുഞ്ഞിക്കാൽ എനിക്ക് എന്റെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നാൽ, അല്ലാഹുവേ, നിന്റെ ദീന് പഠിക്കുന്ന, നിന്റെ ഖുർആൻ പഠിക്കുന്ന അങ്ങനത്തെ മക്കളെ ഞാൻ ആക്കുമല്ലോ അല്ലാഹ്. നിന്റെ ഖുർആൻ പഠിച്ചുകൊണ്ട് കടന്നു വരുന്ന മക്കളാക്കി മാറ്റുമല്ലോ റബ്ബേ. അല്ലാഹുവേ, അതുകൊണ്ട് നീ എനിക്കൊരു കുഞ്ഞിനെ തരുമോ എന്നുള്ള നീയത്തോടെ കടന്നു വെക്കോ. നിന്റെ മനസ്സിൽ എന്തായിരുന്നു ആഗ്രഹമുള്ളതെന്ന് മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോൾ അവിടുന്ന് പറയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടുന്ന് മനസ്സുകൊണ്ട് കരുതിയത് ഈ കാണുന്ന സ്ഥലത്ത് ഏറ്റവും നല്ലതുപോലെ നല്ല തലയെടുപ്പുള്ള മകനാക്കി എന്റെ മകനെ മാറ്റണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനത്തെ ഒരു സന്തോഷമാ ഞാൻ ആഗ്രഹിച്ചത്, അങ്ങനത്തെ ഒരു ആനന്ദമാ ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തങ്ങളെ, അതുകൊണ്ടല്ലയോ പ്രിയപ്പെട്ട മൈമൂന ബീവിയേ, എനിക്കവിടുന്ന് നല്ലൊരു കുട്ടിയെ വേണം, ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് പറഞ്ഞു, കടന്നു വെക്കോ. നല്ല നീയത്തോടെ കിടക്കണം. കിടക്കുമ്പോഴല്ല, ഇന്ന് ഉറങ്ങിക്കഴിയുമ്പോ നീ എനിക്ക് എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുവെന്നുള്ള സന്തോഷവാർത്ത അറിയിപ്പിച്ചാൽ, അല്ലാ, നിന്റെ ദീന് പഠിപ്പിക്കുന്ന മകനാണെങ്കിൽ മകന്, മകളാണെങ്കിൽ മകളാക്കി ഞാൻ മാറ്റാം റബ്ബേ. അതിന് നീ അനുവാദം തരുമോ അല്ലാ എന്ന് പറഞ്ഞ് കിടക്കാൻ പറയുമ്പോ ഈ പെണ്ണ് കടന്നു പോവുകയാണ്. വീടിന്റെ അകത്തട്ടിൽ ചെന്നുകൊണ്ട് മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തു, അല്ലാ, എല്ലാവരും കൊച്ചുമക്കളെ ചേർത്ത് പിടിക്കുമ്പോ, മക്കൾക്ക് മുത്തം കൊടുക്കുമ്പോ, മക്കളെ അവിടെ നിന്ന് കളിപ്പിക്കുമ്പോ, മക്കളെ ചിരിപ്പിക്കുമ്പോ, യാ അല്ലാ, എനിക്ക് മാത്രം അതിനവസരം ഇല്ലല്ലോ അല്ലാ, എനിക്ക് മാത്രം അതിനവസരം ഇല്ലല്ലോ റബ്ബേ. അതുകൊണ്ട് പടച്ചവനെ, നീ എനിക്ക് നിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിക്കാല് തരണേ അല്ലാ. അല്ലാ, നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന, നിന്റെ ദീനിന് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു കുട്ടിയെ നീ എനിക്ക് തരണം. ഞാൻ അവനെ നിന്റെ ദീനിന്റെ വഴിയിലാക്കാം. വളരെയേറെ സന്തോഷത്തോടെ ആർജവത്തോടെ മഹാന് അല്ലാ മഹദി അവറുകള് വീടിന്റെ അകത്തട്ടിൽ ചെന്ന് കിടന്നുറങ്ങാം നേരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. ആ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നല്ല
മനസ്സോടെ നിയ്യത്ത് ചെയ്തിട്ട് കിടക്കുകയാ. ഒരു മാസം കഴിഞ്ഞില്ല, അവിടുന്ന് മഹദിയായ ബീവി മൈമൂന റളിയല്ലാഹു അൻഹയുടെ അരികത്ത് വന്നിട്ട് കരഞ്ഞിട്ട് പറയാ, വലക്കൽ ഹംദു യാ അല്ലാഹ് വലക ശുക്റു യാ അല്ലാഹ്. മൈമൂന ബീവിയെ, അൽഹംദുലില്ലാഹ്, എത്ര സന്തോഷമെന്നറിയോ, എത്ര ആനന്ദമെന്നറിയോ. അല്ലാഹുവിന്റെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞിക്കാലന്റെ ഉദരത്തിലുണ്ടെന്നുള്ള സന്തോഷവാർത്ത അല്ലാഹുവിനെ അറിയിക്കുകയാണ്, അല്ലാഹുവിനെ അറിയിക്കുകയാണ്. പെങ്ങളെ, മക്കൾ ഉദരത്തിൽ വളരുന്നവെന്നറിയുമ്പോ മിക്കവുള്ളവരും പറയാനാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ അവനെ ഡോക്ടറാക്കാൻ പോവുകയാണ്, എഞ്ചിനീയറാക്കാൻ പോവുകയാണ്, മറ്റുള്ള ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴും എന്റെ മകൾക്ക്, എന്റെ മകനിക്ക്, എന്റെ മകൾക്ക് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങൾ അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളുടെ മക്കൾക്ക് സന്തോഷം തരുന്നതാണ്. അല്ലാഹു സന്തോഷം തരുന്നതാണ്, അല്ലാഹു ആനന്ദം തരുന്നതാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമത്തിൽ കഴിയുന്നവര്, ദുഃഖത്തിൽ കഴിയുന്നവര്, അല്ലാഹുവേ, ആവലാതിയോടെ വേവലാതിയോടുകൂടി കടന്നുകൂടുന്നവര്, പടച്ചവനെ നീ അവരുടെ സങ്കടങ്ങളെല്ലാം മാറ്റണേ അല്ലാ. ഇനി അല്ലാഹു മക്കൾ കൊടുത്തവരോ ആ മക്കളെ കൊണ്ട് സങ്കടത്തിലാണ്, ആ മക്കളെ കൊണ്ട് ദുഃഖത്തിലാണ്. എന്തേ ദുഃഖമെന്നറിയുമോ? ആ മക്കള് വളർന്നു വരുമ്പോ നല്ല ശീലമായിരുന്നു, നല്ലതുപോലെ നല്ല മുഞ്ചുള്ള നല്ല ചുറുക്കുള്ള മക്കളായിരുന്നു. പക്ഷേ ആ പൊന്നുമക്കൾക്ക് 17, 16, 18 വയസ്സാകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാനെ പുച്ഛിക്കുന്ന മക്കളാണ്, ഉമ്മാനെ കളിയാക്കുന്ന മക്കളാണ്, പാപ്പയെ തള്ളി പറയുന്ന മക്കളാണ്. അവർക്ക് എങ്ങനാ കരച്ചിൽ വരാതിരിക്കുന്നത്? അതിനെന്ത് വേണമെന്നറിയുമോ? ഭാര്യ ഗർഭവതിയായിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം മുതലേ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരണം. അല്ലാഹു തആല മക്കളെ തരാ ഒരു കാരണം ഏതെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹമുണ്ടാകണം. എന്തിനേറെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ നാമത്തിൽപ്പെട്ട ഒരു നാമമുണ്ട്. രണ്ടുപേരും നിങ്ങളുടെ ഇടയിൽ സ്നേഹമില്ലേ? എന്നാൽ അത് വരാൻ വ്യാഴാഴ്ച പകലിന്റെ സമയം വന്നാൽ യാ റഹ്മാനു യാ അല്ലാഹ്, അല്ലാഹു കാരുണ്യമുള്ളവനാണ്, അല്ലാഹു കരുണയുള്ളവനാണ്, അല്ലാഹു കരുണ ഉള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ യാ റഹ്മാനു യാ അല്ലാഹ്, നമ്മുടെ ഇടയിൽ സ്നേഹമുണ്ടാകാനും സ്നേഹം വർദ്ധിക്കാനും യാ റഹ്മാൻ യാ അല്ലാഹ് എന്നുള്ള ദിക്ർ പതിവാക്കണം. അത് സ്നേഹം വർദ്ധിക്കാൻ ഏറ്റവും നല്ല കാരണമാണ്. അജബിലെ കുളിരെ ത്വാഹ മുസ്തഫ മലരെ, അറിവിലുരത്ത താരകമേറ്റു വന്ന സ്നേഹമാ മലരെ, കനിവത് കാണുമോ കുളിരേ, വെണ്ണിലാവൊളിവേ മനമിൽ തീർത്തൊരാ കരളെ, അഹദവനോട് ചൊന്നു പറഞ്ഞു നിന്നാൽ ഏറ്റമാ കുളിരേ, മഹബൂബായ സയ്യിദരേ. അതുകൊണ്ട് ജീവിതത്തിനിടയിൽ ഏറ്റവും നല്ല കാരുണ്യമുണ്ടാകാൻ യാ റഹ്മാൻ യാ അല്ലാഹ്. സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിലിരിക്കാൻ, അങ്ങനെ വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സമയം ഒരാള് വന്നിട്ട് പറഞ്ഞു, നിൽക്കും മക്കളില്ല, മക്കളില്ല, ഞാൻ എന്താ വേണം? ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ നീയും നിന്റെ ഭാര്യയും തമ്മിലെങ്ങാൻ അടിപിടിയാലേ ദിവസവും നീങ്ങിടും ചേലേ, ഉടനടിയില്ലതെന്നാൽ കാര്യമോ അറിയുന്നതില്ലാതെ, മനമോ ചേർത്തതില്ലാതെ, കൽബ് പൊട്ടിടലായി മനമോ വേദനയതിലായി, മനസ്സു നിറഞ്ഞു കണ്ണീരാകയും നീർ
നീറഞ്ഞു പോയിടലായി. അവിടെന്ന് പറയുന്നു, തങ്ങളെ എന്താണെന്നറിയില്ല, വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അവള് കാര്യമറിയാതെ ഓരോന്ന് പ്രവർത്തിക്കുകയാണ്, അവള് കാര്യമറിയാതെ സംസാരിക്കുകയാണ്, അവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകൂല. പക്ഷേ എന്റെ മനസ്സിന്റെ വേദനകള്, എന്റെ മനസ്സിന്റെ ദുഃഖങ്ങള്, എന്റെ മനസ്സിന്റെ സങ്കടങ്ങള് അതെല്ലാം അല്ലാഹുവല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് തങ്ങളെ ഞാൻ എത്രത്തോളം സ്നേഹം കൊടുത്താലും ഇടയ്ക്ക് അവള് പിണങ്ങുന്നുണ്ടല്ലോ. ഉടൻ തന്നെ മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റഹ്മാനു യാ അല്ലാഹ് എന്ന ദിക്റ് നീ പതിവാക്ക്. അവള് നിന്നിലേക്ക് വരും. അവൾ എത്ര നിന്നെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചാലും അവള് നിന്നിലേക്ക് വരുമെന്ന് സയ്യിദുനാ അബൂ തൽഹ. അപ്പൊ യാ റഹ്മാൻ യാ അല്ലാഹ് എന്നുള്ള ദിക്ർ ഭർത്താവിന് അങ്ങോട്ട് വേണമെങ്കിലും ഭാര്യയ്ക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ രണ്ടുപേർക്കും ചൊല്ലാം, ഇല്ലേ? ചില ആളുകൾ അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ കാര്യം അറിയാതെ വർത്താനം പറയും, വെറുതെ ഒരു പണിയില്ല, അല്ലേ? അവസ്ഥകൾ മനസ്സിലാക്കാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇരുന്നിട്ട് പിന്നീട് വല്ലാത്ത വിദ്വേഷവും പിണക്കവും ഒക്കെ നടക്കുന്ന ആളുകളുണ്ടല്ലോ. എന്നാൽ അവിടെ തെറ്റാണ്. അവരെത്ര പിണങ്ങിയിരുന്നാലും നമ്മൾ ചൊല്ലണം, യാ റഹ്മാൻ യാ അല്ലാഹ്, യാ റഹ്മാൻ യാ അല്ലാഹ്. ഈ ദിക്റ് നമ്മൾ ഇങ്ങനെ പതിവാക്കണം. അല്ലാഹു തആല നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് നല്ല കണ്ണിന് കുളിർമയുള്ള കുസുമങ്ങൾ, നല്ല കണ്ണിന് കുളിർമയുള്ള മക്കളെ അല്ലാഹു തരണോ. അതിനെന്ത് വേണമെന്നറിയുമോ? കണ്ണിന് കുളിർമയുള്ള, സ്നേഹമുള്ള, അംഗവൈകല്യമില്ലാത്ത മക്കൾ അല്ലാഹു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പരസ്പരം സ്നേഹമുള്ളവരായി മാറേണ്ടുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ സ്നേഹമുള്ളവരായി, സന്തോഷമുള്ളവരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റുമെന്നാണ്. നിങ്ങൾക്ക് അവിടെ സന്തോഷത്തിന്റെ വഴിയിലൂടെ, ആനന്ദത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും നല്ല സൗഭാഗ്യമെന്ന് പറയുന്ന ആ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നല്ലവരായി, കണ്ണിനും ഖൽബിനും ഹൃദയത്തിനും സ്വാന്തനമുള്ള നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവേ നമ്മൾ നല്ലതുപോലെ അവരെ പരിശുദ്ധമായ ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള നിയ്യത്തും അല്ലാഹുവിലേക്കുള്ള അചഞ്ചലമായ വിശ്വാസവും നമ്മുടെ ഖൽബിലുണ്ടോ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞുപോയ നിങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടാകാൻ യാ റഹ്മാനു യാ അല്ലാഹ്. എന്നാൽ ചിലര് പറയുന്നു, ഉസ്താദേ ശരിയാ, നിങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിക്കാം, നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഉത്തരവാദിത്വ ബോധമില്ല. ചില ആളുകൾ പറയും, കാശൊക്കെ ഉണ്ട് പക്ഷെ ഉത്തരവാദിത്വ ബോധമില്ല, എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല എന്നൊരു പ്രവർത്തനത്തിന്റെ എന്നൊരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നവരുണ്ടല്ലോ. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഭർത്താക്കന്മാര് ഉത്തരവാദിത്വ ബോധമുള്ളവരാകാൻ എന്ത് ചെയ്യണമെന്നറിയോ? മക്കളെ നല്ലതുപോലെ നോക്കാതെ, ഭാര്യയെ നല്ലതുപോലെ നോക്കാതെ അവിടെ അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളാണ് ഭർത്താവെങ്കില്, പ്രിയമുള്ളവരെ, അവിടെ നല്ലതുപോലെ നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. സൂറത്തുൽ ളുഹയുണ്ടല്ലോ, ആ സൂറത്തുൽ ളുഹ 40 തവണ ഭക്ഷണത്തിലോ അതല്ല വെള്ളത്തിലോ മന്ത്രിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനൊന്ന് കൊടുത്തു നോക്ക്. നിങ്ങളോട് സ്നേഹമുള്ളവരായി, നിങ്ങളോട് കരുണയുള്ളവരായി, നിങ്ങളോട് ഇഷ്ടമുള്ളവരായിട്ട് അവർ മാറുമെന്ന വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. സൂറത്തുൽ ളുഹ അവിടെ 40 തവണ നല്ലതുപോലെ നല്ല മനസ്സോടെ അല്ലാഹുവേ എന്റെ ഭർത്താവ് നല്ല ഉത്തരവാദിത്വ ബോധമുള്ളവനാകണം, എന്നെ നോക്കുന്നവനാകണം, എന്റെ മക്കളെ നോക്കുന്നവനാകണം. അല്ലാഹ്, ഞാൻ
നീ ഓതുന്നത് നിന്റെ ഖുർആനാണ് റബ്ബേ. ഈ ഖുർആനിന്റെ പവർ കൊണ്ട് എന്റെ മക്കളെയും എന്നെയും നല്ലതുപോലെ സ്നേഹിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് കൊടുക്കണേ അല്ലാഹ്. എന്നെയും എന്റെ മക്കളെയും നല്ലതുപോലെ നോക്കാനും സ്നേഹത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഭർത്താവിന് നീ കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് സൂറത്തുൽ ളുഹാ അവിടുന്ന് ഓതുകയാണ്. നല്ല മനസ്സോടെ നല്ല നീയത്തോടെ 40 തവണ ഓതിയിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലോ ഏതെങ്കിലും ഒരു വെള്ളത്തിലോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് വരുന്നതാ. ഓതുമ്പോ നല്ലതുപോലെ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഇനി സ്നേഹമുള്ള ഭർത്താവാണോ എങ്കിലൊന്നുകൂടെ നമുക്ക് ചെല്ലാം. നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമുക്കൊന്നുകൂടെ ചെല്ലാം. സൂറത്തുൽ ളുഹാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഓതുമ്പോ റബ്ബേ നീയത്ത് നന്നായിരിക്കണം. നിങ്ങളുടെ നീയത്തിന്റെ അടിസ്ഥാനം എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് അവിടെ നിന്ന് പ്രതിഫലം ലഭിക്കുന്നത്. അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾ തന്നെ സ്വന്തം മനസ്സിനോട് പറയും അൽഹംദുലില്ലാഹ് ഇപ്പോഴൊരുപാട് മാറ്റം വന്നല്ലോ, ഒരുപാട് സന്തോഷം വന്നല്ലോ, എന്നോട് പിണക്കമില്ലല്ലോ, എന്നോട് സന്തോഷത്തോടെ കടന്നു വരുമല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകുന്നതാണ്. അതുകൊണ്ട് പെങ്ങളെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങളൊന്ന് ഓതിയിട്ട് ഭക്ഷണത്തിൽ കൊടുത്തോ. ചിലപ്പോ കേട്ടോണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. ചിലപ്പോ അവര് പറയും നീ എത്ര ഭക്ഷണം തന്നാലും ഞാൻ വിശ്വസിക്കൂല, കാരണം നീ സൂറത്തുൽ ളുഹായൊക്കെ ഓതിയാലേ അത് പോയി തന്ന എന്താ ഔഷധല്ലേ. നല്ലതുപോലെ ഓതിയാൽ സൂറത്തുൽ ളുഹാ നല്ലതുപോലെ പാരായണം ചെയ്ത അൽഹംദുലില്ലാഹ് പെങ്ങളെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളായി മാറും. പക്ഷേ അലസമായിരുന്നു ഓതല്ലേ, ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും സംസാരിച്ചും അങ്ങനെ ഓതുന്നവരാകല്ലേ. അങ്ങനെ ഓതിയാൽ അതിന് യാതൊരു പ്രതിഫലവും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടൂല. സ്നേഹം വർദ്ധിക്കണമെങ്കിൽ ഓതുമ്പോ നല്ല രീതിയിൽ നല്ല കോലത്തിൽ നമ്മൾ ഓതണം. ഇല്ലേ അള്ളാനെ പറ്റിക്കുന്ന ചില ആൾക്കാർ അള്ളാനെ പറ്റിക്ക ഭയങ്കര ഓതൽ എന്നല്ല പറയാ, ഓടൽ എന്നാ പറയാ. ഇല്ലേ നല്ലതുപോലെ ഓതിയാൽ നന്നാണ്. ഖുർആൻ അതബോടെ ഓതിയെന്നാലേ അജബും മലീവും നിൻ വീട്ടിലുണ്ടേറെ. കരള് പിടഞ്ഞാലും തണുത്തിടുമേ, കരയാൻ കണ്ണുനീരില്ലാതെ പോകുമേ. അജബാരത്ഭുതമാ ഖുർആനെന്നും അറിവിൻ മലർപ്പൂവിൽ തിളങ്ങി നിന്നും. അഹദോൻ ചൊരിഞ്ഞുള്ള കലാമുല്ലാഹി അഴകിൽ മികൈന്തുള്ള അജബുല്ലാഹി. പരിശുദ്ധമായ സൂറത്താണ്. അവിടെ നിന്ന് നല്ലതുപോലെ സൂറത്തുൽ ളുഹാ ഓതി ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ നല്ലതുപോലെ നിങ്ങൾ ഓതണം, നല്ലതുപോലെ നിങ്ങൾ ഓതണം. ഏതുപോലെ അല്ലാഹനെ പറ്റിക്കരുത്. ചില ആളുകൾ അല്ലാഹനെ പറ്റി ഇങ്ങനെ ഓതാൻ വേണ്ടി ഇരുന്നിട്ട് പിന്നെ അവിടെ നോക്കി ഇവിടെ നോക്കി. ഏതുപോലെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. ചില ഉമ്മമാര് ചില സഹോദരിമാര് ഉസ്താദുമാരെ ആരെങ്കിലൊക്കെ കാണുമ്പോഴേ ആ തട്ടൊക്കെ എടുത്തൊന്ന് ചുറ്റി കെട്ടി ഭയങ്കര ഈമാന
ചില ആളുകൾ അങ്ങനെയാണ്. ചില നേരത്ത് ഭയങ്കര ഈമാൻ അങ്ങോട്ട് കയറും, തട്ടൊക്കെ എടുത്ത് ചുറ്റിക്കെട്ടി അല്ലേ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും അതുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്നവരെ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചവനെ, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ തുറക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും തന്ന് ഞങ്ങൾ ആരെയും കഷ്ടത്തിലാക്കല്ല അല്ലാ, ഞങ്ങൾ ആരെയും ദുഃഖത്തിലാക്കല്ല അല്ലാ. പടച്ചവനെ, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തന്നിട്ട് ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. പടച്ച റബ്ബേ, റഹീമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, കള്ളന്മാരുടെ കള്ളത്തരത്തിൽ നിന്ന്, ചതിയന്മാരുടെ ചതിത്തരത്തിൽ നിന്ന്, സാഹിരീങ്ങളുടെ സിഹറുകളിൽ നിന്ന്, ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്നൊക്കെ ഞങ്ങളെ കരകയറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ, എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ജീവിതം റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ എല്ലാ വഴികളും നീ തുറക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരാണ് റബ്ബേ, ആരെയും നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ, കമന്റിലൂടെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ എഴുതിയോ അതറിയുന്ന റബ്ബേ. പനിക്കുന്ന മക്കളുള്ളവരുണ്ട്, ശരീരം വേദനിക്കുന്നവരുണ്ട്, വെരിക്കോസിന്റെ രോഗമുള്ളവരുണ്ട്, അപസ്മാര രോഗമുള്ളവരുണ്ട്, തലവേദനിക്കുന്നവരുണ്ട്, പനി പിടിച്ചു കിടക്കുന്നവരുണ്ട്. അല്ലാ, എത്രയും പെട്ടെന്ന് അവരുടെ അസുഖങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മാനസിക രോഗമുള്ളവരുണ്ട്, അവരുടെ മാനസികമായ രോഗങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, വീട് ജപ്തിയായി പോകുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചു വലഞ്ഞ് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞിരിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാ, അവരൊക്കെ നീ രക്ഷിക്കണേ റബ്ബേ, രക്ഷപ്പെടുത്തണേ റബ്ബേ, രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.